ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഭരത്തുമോൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോന് മുന്നേ ഒരുപാട് വീഡിയോസ് ഞാൻ കൂട്ടി യോജിപ്പിച്ചൊക്കെ വെച്ചതായിരുന്നു ഗൈസ്. ഞാൻ എൻ്റെ ഷോർട്സ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മെമ്മറി കാർഡ് എനിക്ക് വലിയൊരു പണി തന്നു. എന്തോ അറിയില്ല ഗൈസ്, ഒരു വർഷം പോലും ആയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ മെമ്മറി കാർഡ് അടിച്ചുപോയി. അതിലൊരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയതും അങ്ങനെ കുറേ ഡെക്കറേഷൻ്റെ സാധനം വാങ്ങാൻ പോയതും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഞാൻ ഭയങ്കര വിഷമിച്ചാണ് ടപ്പ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഉള്ളത് വെച്ച് നമുക്ക് ഉള്ള വീഡിയോ ഒക്കെ വെച്ച് ഞാനൊരു വ്ളോഗാക്കി എടുത്തതാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കേക്കൊക്കെ വാങ്ങാൻ വേണ്ടി ബർത്ത്ഡേൻ്റെ തലേന്നൊക്കെ പോയതാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ വാങ്ങി പിന്നെ വീട്ടിലെത്തിയിട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഞങ്ങളിതാ ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മ എനിക്ക് ബലൂണൊക്കെ വീർപ്പിച്ച് തരുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ഡെക്കറേഷൻ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. അതിൽ ഞാൻ അഭിമാനിക്കുന്നത് ഗൈസ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും ഞാൻ കജേട്ടിനെ മിസ് ചെയ്തു. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്കെല്ലാം സെറ്റാക്കി തന്നതും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്തതും എല്ലാം ഓളിനോൾ അജയേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അജയേട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഭാരമായിരുന്നു. കാരണം അത് ചെയ്യണം ഇത് ചെയ്യണം. ഏട്ടൻ ജോലി തിരക്കായതുകൊണ്ട് പിന്നെ ഏട്ടനെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാ ഡ്യൂട്ടിയും ഞാൻ ഏറ്റെടുത്ത് സാധനങ്ങളെല്ലാം ഏട്ടൻ വാങ്ങി സെറ്റാക്കി തന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ എൻ്റെ ഒരു ഐഡിയ പൂർവ്വം ഞാൻ ചെയ്തു കേട്ടോ. ഭാഗ്യത്തിന് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ എൻ്റെ കയറൊക്കെ അവിടെ ഇങ്ങനെ അജയേട്ടൻ തൂക്കിയിട്ടതൊന്നും വെട്ടി മാറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്കിത് അങ്ങോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഭയങ്കര സമാധാനം കേട്ടോ. അപ്പോൾ ഈ ബലൂണ് വീർപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക് ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ യൂതി വീർപ്പിക്കുന്ന ആ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല, അത് വാങ്ങിയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ ഏട്ടനോട് പറഞ്ഞ ഏട്ടാ ഞാൻ ഒറ്റയ്ക്ക് വീർപ്പിക്കാനുള്ളതാണ്, എൻ്റെ ശ്വാസം പോവും എൻ്റെ ജീവൻ പോവും, എനിക്ക് എന്തായാലും ആ സാധനം വേണമെന്ന്. അങ്ങനെ ആ സാധനം വാങ്ങിയിട്ട് അതിനെന്തോ 70 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ചെറിയ ചെറിയ സെലിബ്രേഷനൊക്കെ നടത്തും. അപ്പോൾ ബലൂൺ എന്തായാലും നമ്മൾ വാങ്ങല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ സാധനം വീർപ്പിക്കാൻ വേണം. അതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ ഈ കാറ്റ് ഊതി വീർപ്പിക്കുന്ന ആ മെഷീനില്ലേ അത്. അങ്ങനെ അതുകൊണ്ട് ഒരുവിധം അമ്മയും ഞാനും കൂടെ വീർപ്പിച്ച് ഞങ്ങളിതാ ഈ ഒരു തീമിലാണ് ബലൂൺ വാങ്ങിയത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിതാ ഞങ്ങൾ 3 പേരും കൂടെ രാവിലെ അമ്പലത്തിലേക്ക് പിറ്റേന്ന് രാവിലെ ഭരത്തുമോൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 13 ആയിരുന്നു. അന്ന് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അന്നും ഏട്ടൻ ഭയങ്കര ബിസി ആയിരുന്ന ദിവസമായിരുന്നു കേട്ടോ. ബർത്ത്ഡേൻ്റെ തലേന്നും ഒരു വിധത്തിൽ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി വന്നതാണ്. ഏട്ടൻ ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനും ബിസി ആയിരുന്നു. അങ്ങനെ ഇതാ ഭരത്തുമോനും ഞാനും അമ്മയും കൂടെയാണ് അമ്പലത്തിലൊക്കെ പോയി സുന്ദര കുട്ടപ്പനായി മുണ്ട കൊടുത്താണ് കേട്ടോ അവൻ നടക്കുന്ന. 2 വയസ്സായി. എത്ര പെട്ടതാണ് നമ്മുടെ മക്കളിങ്ങനെ വലുതായി വരുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്നതല്ലേ. ഒരു കുഞ്ഞു വാവായിരുന്ന ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ അമ്പലം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇനി നമുക്കിവിടെ തറവാടുണ്ട്, അവിടെയും ദേവിയുണ്ട്, അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് ഞാൻ നടക്കാനൊക്കെ പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അവനെ എടുത്ത് ഞങ്ങൾ അമ്പലത്തിൽ വന്നല്ലേ, ഈ പ്രാവശ്യം ഒറ്റയ്ക്ക് നടന്നില്ലേ. ഇനിയും അടുത്ത വർഷം എന്തായിരിക്കും അല്ലേ, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലപോലെ എല്ലാം റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയി പ്രാർത്ഥിച്ച് പിന്നെ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലേ ഏട്ടൻ ഭയങ്കര ബിസിയാണ്. അങ്ങനെ ഞങ്ങൾ ചിക്കനും പച്ചക്കറിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. തലേന്ന് ഞങ്ങൾക്ക് ഇതൊന്നും വാങ്ങി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും ഭരത്തുമോനും ഇവിടെ ആ വെയിലത്ത് തണലത്ത് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ പോയി വന്ന് അടുക്കള ജോലികളൊക്കെ ഒരുവിധം സെറ്റാക്കിയതിന് ശേഷം എനിക്ക് ബാക്കി ഡെക്കറേഷൻ, ഇന്നലെ ഞാൻ ബലൂണ് മാത്രമാണല്ലോ തൂക്കിയത്, ബാക്കി ഈ ബാനർ തൂക്കണം, അങ്ങനെ ഒരുപാട് പണിയുണ്ടായിരുന്നു. എനിക്ക് തല പുകയായിരുന്നു ഗൈസ്. ഞാൻ എത്ര നോക്കിയിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അതിനിടയിൽ ഭരത്തുമോൻ അതെടുക്കും ഇതെടുക്കും എല്ലാം കൂടെ ഞാനൊരു വകയായിട്ടോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് സെലിബ്രേഷൻ ഏട്ടൻ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ ഞാനിതാ ഒരു വിധത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ബലൂണിൻ്റെ മുകളിൽ ബാനർ തൂക്കുന്നുണ്ട്. ഈ ബാനർ എവിടെ തൂക്കിയിട്ടും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല, ഒരു ഭംഗി തോന്നുന്നില്ല കേട്ടോ. അതിനിടയിൽ അവൻ എൻ്റെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. അവന് ഞാൻ കുറേ ചീറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ചീത്ത മൊത്തം അവൻ കേട്ടോ. അവൻ വിചാരിക്കണ്ടോ ഈ അമ്മ എന്താ ഇങ്ങനെയെന്ന്. അന്നത്തെ ദിവസം വലിയൊരു ഭാരം പോലെയായിരുന്നു ഈ ഡെക്കറേഷൻ എനിക്ക് കേട്ടോ. തലേന്ന് എനിക്ക് ഫുള്ളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനും ഒരുപാട് ആളുകളൊന്നും ഇല്ല എൻ്റെ വീട്ടിൽ നിന്നും. പിന്നെ ഇതാ ഭരത്തുമോൻ്റെ അവിടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെയാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ ഭരത്തുമോൻ 1 വയസ്സ് വരെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇതുപോലെ തൂക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോളറൈറ്റ്സ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളറായിക്കോട്ടെ, വേറെ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല, പിന്നെ അത് വെറുതെയാണ്. പിന്നെ എനിക്ക് ഭയങ്കര മെനക്കെടായതുകൊണ്ട് ഞാൻ ഉള്ളതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോഴാണ് ഫോട്ടോസ് ബാക്കി ഞാൻ അവിടെ കണ്ടത് കേട്ടോ. കുറേ ഫോട്ടോസ് ഞാൻ വേറെ ചുമരുമ്പിലൊക്കെ ഒട്ടിച്ചു. അപ്പോൾ ഒരു വിധത്തിലൊരു ലവ് ഷേപ്പൊക്കെ ഞാൻ ആക്കി എടുത്തതാണ്. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്തല്ല, വന്നപ്പോൾ അങ്ങനെ ആയിട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് ടേബിളൊക്കെ സെറ്റാക്കി ഒരു വിധത്തിൽ ഞാൻ മുട്ടായിയൊക്കെ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചു കിട്ടോ. ശരിക്കും ഒരു സംഭവമാണല്ലേ ഗൈസ് ഈ ഡെക്കറേഷൻ. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്കതെല്ലാം ഭയങ്കര സംഭവമായിട്ട് ഭാരമാക്കി തോന്നും. എല്ലാം കഴിഞ്ഞ് ഈ ഡെക്കറേഷനിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു കേട്ടോ. ഇതൊക്കെ ഞാൻ ചെയ്തല്ലേ. ഇത് കഴിഞ്ഞ കൊല്ലം എല്ലാവരും സഹായത്തിനുണ്ടായിരുന്നതുകൊണ്ട്
അത്ര അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല. പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ എന്തായാലും അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യില്ല. അതുപോലെ സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങളൊരു അടിപൊളിയാക്കി സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ലൈറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതാണ് കേട്ടോ, അതെല്ലാം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കൊക്കെ വെക്കണം. പിന്നെ ഞാൻ അവിടെ കുറേ ബലൂൺ ആ മേശൻ്റെ മുകളിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടി നോക്കിയിട്ട് ഗൈസ്, ഞാൻ ഒട്ടിക്കുമ്പോൾ അത് താഴെ വീഴും, ഞാൻ ഒട്ടിക്കുമ്പോൾ അത് താഴെ വീഴും. എനിക്ക് തോന്നി ഇത് സെറ്റ് ആവില്ലെന്ന്. ഒരു വിധത്തിൽ ഞാൻ അത് കുറേ എണ്ണം ഒട്ടിച്ചിട്ടോ. പക്ഷെ ഞങ്ങൾ കേക്ക് മുറിക്കുമ്പോഴേക്ക് ഇതൊന്നും ഇല്ലായിരുന്നു, നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ നമുക്ക് ഭരത്മോനെ കുറിച്ച് 2 വാക്ക് പറയാം ഗൈസ്. ഭരത്മോൻ അങ്ങനെ 2 വയസ്സായി. സെപ്റ്റംബർ 30 2022 ഭരത്മോൻ ഞങ്ങളെ കയ്യിലേക്ക് വന്നത് കേട്ടോ. അങ്ങനെ എന്താ പറയാനെന്നാ എനിക്കറിയില്ല ഭരത്മോനെ പറ്റിയിട്ട്. എന്തായാലും അവൻ വലിയ മോനായി, ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ട് വലിയ മോനായി, 2 വയസ്സായില്ലേ. അപ്പോൾ നമുക്കിങ്ങനെ നമ്മളെ മക്കളൊക്കെ വലുതായി കാണുമ്പം അയ്യോ ഇത്ര വലുതായില്ലേന്ന് തോന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നലുണ്ടോ? അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി ഞാനത് ആ ഹാപ്പി ബർത്ത്ഡേൻ്റെ തലയിൽ വെക്കുന്നത് ഗൈസ് എൻ്റെ ബർത്ത്ഡേക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പം വെറുതെ ഇങ്ങനെ കുറേ എണ്ണം വാങ്ങി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് സൂക്ഷിച്ച് വെക്കും. ഞാൻ എല്ലാം സൂക്ഷിച്ച് വെക്കുന്ന ഒരാളാണ്. അങ്ങനെ ഭരത്മോൻ്റെ അമ്മമ്മയും അമ്മച്ചനും ഗിഫ്റ്റും കേക്കും ഒക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ നമുക്ക് ടോട്ടൽ 3 കേക്കാണുള്ളത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ബാക്കി 2 കേക്കും ഭരത്മോൻ്റെ പാപ്പൻ്റെ വകയാണ് കേട്ടോ. ഒരു കേക്ക് ഭരത്മോൻ്റെ അമ്മമ്മൻ്റെയും അമ്മച്ചൻ്റെയും വകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേക്കൊക്കെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ഡെക്കറേഷൻ ഒക്കെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് സ്പൈഡർമാൻ്റെ കേക്ക്, പിന്നെ ഒന്ന് ചോക്ലേറ്റ്, പിന്നെ ഒന്ന് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ്, അങ്ങനെ 3 കേക്കാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെഡിയായി എത്തിയിട്ട് ഭരത്മോന് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് മുറിക്കാനും കഴിക്കാനും ഒക്കെ കേട്ടോ. അത് ഒരുപാട് മധുരം കഴിക്കുന്ന ആളൊന്നുമല്ല, ഞാനും അതുപോലെ ഒരുപാട് മധുരം കഴിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. പക്ഷെ എനിക്കിപ്പോൾ കേക്ക് അത്യാവശ്യമൊക്കെ ഇടയ്ക്കും തലങ്ങൊക്കെ കഴിക്കട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. ഈ ഫോട്ടോൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവൻ്റെ അച്ഛനില്ല ഗൈസ്. അവൻ്റെ അച്ഛൻ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഫസ്റ്റ് തന്നെ കേക്ക് മുറിക്കുമ്പോൾ എത്തിയിട്ടില്ല. ഏട്ടന് നിർബന്ധമായിരുന്നു 13th തന്നെ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. ഞാൻ ആവുന്നത് പറഞ്ഞതാണ് കേട്ടോ. ഏട്ടൻ്റെ ബിസിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നൊരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാം, ഇപ്പം നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ സൺഡേയില്ലാണ്ട് ഞങ്ങൾ കേക്ക് മുറിച്ചു ഗൈസ്. അച്ഛമ്മയും അച്ഛനും അമ്മച്ചനും അമ്മമ്മയും ഭരത്മോനും ഞാനും ചേച്ചിമാരൊക്കെ കൂടെ കേക്ക് മുറിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ അച്ഛൻ്റെ കൂടെ അന്ന് രാത്രി തന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ സമാധാനത്തോടെ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു കേക്ക് മാത്രമേ മുറിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അജിയേട്ടനും ഓൺലൈനിൽ ഇല്ലാത്തതുകൊണ്ട് അജിയേട്ടൻ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് ഒരു കേക്ക് മുറിക്കാം, പിന്നെ സനന്തേട്ടൻ്റെ ബിസി കഴിഞ്ഞിട്ട് ഒരു കേക്ക് മുറിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കേക്ക് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ മുറിച്ച് ഭരത്മോന് കൊടുത്തു കേട്ടോ. അങ്ങനെ ചേച്ചിമാരൊക്കെ ഉണ്ട് എല്ലാവരും. ഞങ്ങൾ ഒരുപാട് ആളൊന്നും വിളിച്ചില്ല, ആരുമില്ല. എൻ്റെ വീട്ടിൽ നിന്നും ഭരത്മോൻ്റെ അച്ഛമ്മയും അച്ഛനും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഇവിടെ അടുത്തുള്ള മക്കളാണ് കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം കേട്ടോ. അങ്ങനെ അവൻ്റെ ചേച്ചിമാരൊക്കെ കൂടെ കേക്കൊക്കെ മുറിച്ച് പിന്നെ അവൻ ഒറ്റയ്ക്ക് മുറിക്കണമെന്ന് ഒരേ നിർബന്ധം. അപ്പോൾ അവൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അങ്ങനെ ഞങ്ങളിത് അവനെ നിർത്തി അവൻ ഒറ്റയ്ക്ക് മുറിച്ച് നല്ല മോനായിട്ട് അവൻ ഫുള്ള് ഒറ്റയ്ക്ക് മുറിച്ച് തീർത്തോട്ടെ ഗൈസ്. അതെല്ലാം കൂടെ കൊടുവാള് പിച്ചാത്തിക്ക് വെട്ടിയ പോലെ ഉണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കേക്കൊക്കെ സെർവ് ചെയ്യാണ് ഗൈസ്. അങ്ങനെ അത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഞാനും കഴിച്ചു ഒരു കഷ്ണം കേട്ടോ. അങ്ങനെ നമ്മുടെ സെലിബ്രേഷനൊക്കെ ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, അതൊന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് വായിലൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ ഈ കേക്കൊക്കെ ഞങ്ങൾക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണം. ഇനി ഏട്ടൻ വന്നിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കി മുറിക്കാനുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് വെച്ചത്. ഒരാളിവിടെ കേക്ക് നല്ല കഴിക്കലാണ് കേട്ടോ ഗൈസ്. അവന് മധുരം അത്ര ഇഷ്ടമില്ലെങ്കിലും അവൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം പിന്നെ ഏട്ടന് വരാൻ പറ്റിയില്ല, ഭയങ്കര ബിസി ആയിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഞങ്ങൾ അച്ഛൻ്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ചെയ്തത് കേട്ടോ. അങ്ങനെ ബാക്കി 2 കേക്കുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഭരത്മോൻ അച്ഛൻ്റെ കൂടെ സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പിന്നെയും കേക്കൊക്കെ മുറിച്ചിട്ടോ. അപ്പോൾ 2 പ്രാവശ്യമാണ് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആയിരുന്നു, അച്ഛൻ ഉണ്ടാവാത്തതുകൊണ്ട് ഞങ്ങൾ 2 പ്രാവശ്യം ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.